ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ ഭവൻസിൽ സാമൂഹ്യ ശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു. നാഗരികത, സാമൂഹ്യ വളർച്ച കാലാന്തരങ്ങളിലൂടെ എന്ന വിഷയങ്ങളിൽ അധിഷ്ഠിതമായാണ് പ്രദർശനം നടന്നത്. 1000-ൽ പരം കുട്ടികൾ പങ്കെടുത്ത പ്രദർശനം വീക്ഷിക്കുന്നതിനായി വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും കുട്ടികളും രക്ഷിതാക്കളും എത്തിയിരുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂളിന്റെ സാമൂഹ്യ ശാസ്ത്ര വിഭാഗത്തിന്റെ വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ചരിത്രഭൂമിശാസ്ത്രം, രാഷ്ട്രീയ മീമാംസ, സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിൽ സാമൂഹ്യശാസ്ത്രത്തിന്റെ വിവിധങ്ങളായ വശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദിയായിരുന്നു പ്രദർശനം. അമേരിക്കൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടേമിയൻ, ഗ്രീക്ക്, ചൈനീസ്, റോമൻ, ഇൻഡസ് വാലി എന്നീ പുരാതന നാഗരികതകളുടെ നിശ്ചല ദൃശ്യങ്ങൾ, ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, അവരുടെ വാണിജ്യ വ്യവസായങ്ങൾ, ജോലി, ആ കാലഘട്ടത്തിലെ ജീവിത രീതികൾ എന്നിവ വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലായിരുന്നു പ്രദർശനം.
ഏകദേശം 1000-ഓളം കുട്ടികൾ ഈ എക്സിബിഷനിൽ പങ്കെടുത്തു. ഏകദേശം 900 എക്സിബിറ്റ്സ് അവർ പ്രദർശിപ്പിച്ചു. ഇതിന് ഏറ്റവും വലിയൊരു കാര്യം അവർക്ക് ലോക സംസ്കാരത്തെപ്പറ്റി കൂടുതൽ അവഗാഹം നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ കൂട്ടായ യത്നത്തിലൂടെ കുറേ എക്സിബിറ്റ്സ് അവർ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ്, ആരുടെയും സഹായമില്ലാതെ. അപ്പോൾ ഇതൊരു ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഭാരതീയ വിദ്യാഭവൻ കുട്ടികളുടെ അഭിരുചിക്ക് അനുസരണമായി അവർക്ക് കൂടുതൽ കലാവാസനകൾ കൂടുതൽ പഠനത്തോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ് ഭാരതീയ വിദ്യാഭവൻ്റെ ലക്ഷ്യം തന്നെ. ആയിരത്തിൽ പരം കുട്ടികളുടെ നിസ്വാർത്ഥമായ പരിശ്രമമാണ് പ്രദർശനം വൻ വിജയമാക്കി തീർത്തത്. Civilization through the ages, a journey of human progress എന്നുള്ള ടൈറ്റിലാണ് ആ തീം ബേസ്ഡ് ആയിട്ടായിരുന്നു അത് നടത്തിയത്. ശരിക്കും ഓരോ ക്ലാസ്സുകളിലൂടെ നടന്നു പോകുമ്പോഴും ഓരോ സിവിലൈസേഷനിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമായിരുന്നു. അതിലൂടെ കടന്നുപോയവർക്ക് എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും അനുഭവമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി പ്രയത്നിച്ച അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിനെ സഹായിച്ച പേരൻസിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കുവൈറ്റിലെ വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധി കുട്ടികളും രക്ഷിതാക്കളും പ്രദർശനം കാണുവാനെത്തി. പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ പ്രദർശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഭവൻസ് കുവൈറ്റ് ഡയറക്ടർ മാധവ് രാജേഷ് രാമചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പൽമാരായ മീനാക്ഷി നയ്യർ, ബിനോയ് മാത്യു, പ്രഥമാധ്യാപിക മുനീറ മമ്മിക്കുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സാമൂഹ്യശാസ്ത്ര വിഭാഗം മേധാവി ഹാജറ ഭാനുവിന്റെ നേതൃത്വത്തിൽ ചിത്രയും ജെയ്ത് തോമസുമാണ് പ്രദർശനം ഏകോപിപ്പിച്ചത്.